ഹായ്. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീലിട്ടപ്പോഴേ അതിൻ്റെ അടിയിൽ അതിനകത്ത് ഞാൻ പെൺകുട്ടികളാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് ഞാൻ റീല് തുടങ്ങിയത്. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാൾ ആണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം കൂടെ പറഞ്ഞു തരുമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയെന്നേ, ആൺകുട്ടികൾക്ക് മാർഗം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതും എന്തുമാത്രം അവന്യൂസാണ് ധൈര്യമുള്ള ആൺകുട്ടികൾക്ക് മുന്നിൽ കിടക്കുന്നത്. പെൺകുട്ടികളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ശാരീരിക ക്ഷമതകളുടെ കുഴപ്പങ്ങൾ, അവർക്കുണ്ടാകുന്ന പരിതസ്ഥിതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകേണ്ടി വരുന്നത്, മാറുക എന്ന് പറഞ്ഞാൽ സ്ഥലം മാറിപ്പോകേണ്ടി വരുന്നത്, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വേറെ ഒരു പട്ടണത്തിലേക്ക് താമസം മാറ്റേണ്ടി വരുന്നത്, ഇതെല്ലാം വലിയ വലിയ ഇഷ്യൂസ് അല്ലേ അവരുടെ കരിയറിൽ. അതുകൊണ്ടാണ് എന്ത് വന്നാലും പെൺകുട്ടികൾ ജോലി ഉപേക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൂടെ എന്നെ കളിയാക്കാനോണെന്ന് അറിയില്ല, ഒരാൾ വന്നിട്ട് അയാൾക്ക് അത്ര ഒരു നല്ല ഐഡിയയും ഫോട്ടോ ഒന്നും കാണാനില്ല. അപ്പോൾ ഈ ഐഡിയ ഒന്നും നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ഐ തോട്ട് ശരിയാണ്, അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചേക്കാം. കാരണം കുറേ ആൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട്, അവർക്ക് അച്ഛനമ്മമാരുടെ ചിറകിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു വിമുഖത, അങ്ങനെയുള്ള പല ആൺകുട്ടികളും ഇന്നും സമൂഹത്തിലുണ്ട്. അത് അമ്മയുടെയും അച്ഛൻ്റെയും കുഴപ്പമുണ്ടാകും, ഇവരുടെയും. അവർക്ക് പിന്നെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായി വരും. ഞാൻ അറിയുന്ന ഒരു പയ്യൻ ആദ്യം എൻജിനീയറിങ്ങിന് പോയി ചേർന്നു. ആദ്യം എല്ലാവരും അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ടും PCM എടുത്ത് പഠിക്കുന്നവർ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്ത് പഠിക്കുന്നവർ എൻജിനീയറിംഗ് ആണ് അവരുടെ ഓപ്ഷൻ. അങ്ങനെ എൻജിനീയറിംഗ് എടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പോകുന്ന തമിഴ്നാട്ടിലെ ഏതോ ഒരു കോളേജിൽ ക്യാപിറ്റേഷൻ ഫീസൊക്കെ കൊടുത്താണ് അവർ വാങ്ങിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഹോസ്റ്റലിൽ ഫുഡ് അത് പ്രോബ്ലമാണെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നു. അത് പ്രോബ്ലം, ഇത് പ്രോബ്ലം, എല്ലാ പ്രോബ്ലം, റാഗിങ്, അത് ഇതൊക്കെ ഉണ്ട്. ഇത് റാഗിങ്ങിനെ ഞാൻ ന്യായീകരിക്കില്ല കേട്ടോ, അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഫുഡിൻ്റെ പ്രോബ്ലം പറഞ്ഞത് അത് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫുഡിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സാറ്റർഡേ ഒക്കെ അടുത്തുള്ള പട്ടണത്തിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള ഒരാഴ്ച അവിടെ നിന്ന് പഠിച്ചിട്ട്. അപ്പോൾ പഠനം ആണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ സമയത്ത് വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. ഈവൻ ലവ് അഫെയർ പോലും ഉണ്ടാകാൻ പാടില്ല പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവും. പലതും തോന്നും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആ സമയത്ത് പലതും നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാത്ത ആളുകൾ ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേമിച്ചു എന്ന് കരുതി വലിയ നിലയിൽ എത്തൂല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ശ്രദ്ധ മാറിപ്പോകും. അപ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ നടക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ആ കുഞ്ഞു ഷോൾഡേഴ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞ ആ പയ്യൻ കംഫർട്ട് സോൺ അതാണ്. അപ്പോൾ ആൺകുട്ടികൾക്ക് പറഞ്ഞു തരൂ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും നീളത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് 3 മിനിറ്റിൽ എങ്ങനെ ഒതുക്കി പറയണമെന്ന് ഞാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം യൂട്യൂബിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാം. അവർക്ക് ഒത്തിരി പേർക്ക് ആൺമക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആൺമക്കളെ ഒരുപാട് അങ്ങോട്ട് പാമ്പർ ചെയ്ത്, പെൺകുട്ടികളുടെ കാര്യം പറയാത്തത് എന്ത് എന്ന് ചോദിക്കരുത്, ഇത് ആൺകുട്ടികളുടെ അമ്മമാർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ആൺകുട്ടികളെ ഒരുപാട് പാമ്പർ ചെയ്ത് അവരുടെ പുരുഷത്വം ഇല്ലാണ്ടാക്കരുത്. അത് തന്നെയാണ് അതിൻ്റെ ഇത്. പുരുഷത്വം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള ഇതിലാണ് ഞാൻ ആ പുരുഷത്വം എന്നുള്ള വേർഡ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭംഗി എന്നുള്ള കാര്യത്തിലല്ല, ശാരീരിക ക്ഷമത എന്നുള്ള കാര്യത്തിലല്ല. പക്ഷെ അതും വേണം കേട്ടോ. ഇപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും ചിലർക്ക് ഹൈറ്റ് ഉണ്ടാകും, വണ്ണം അതനുസരിച്ചുള്ളൊരു ഫിസിക് ഉണ്ടാക്കുക. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ഒരു ഫിസിക് ഉണ്ടാക്കുക. നിങ്ങൾ ഒരുപാട് മെലിഞ്ഞും പോകാതെ ഒരുപാട് വണ്ണവും വെക്കാതെ അതിന് ഉള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലേ മുതൽ
പോഷകാഹാരങ്ങളാണെങ്കിൽ പോഷകാഹാരങ്ങൾ, ജിമ്മിൽ പോകേണ്ടവരാണെങ്കിൽ ജിമ്മിൽ, അങ്ങനെ പോയി പതുക്കെ 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 പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രോട്ടീൻ ഷേക്കും അതും 10 മുട്ടയുടെ വെള്ളയും ഒക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങ് ആവണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെയും ആവശ്യമില്ല. അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവില്ലേ നമ്മളെ പറ്റിയിട്ട്, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാം കണ്ണാടിയിൽ നോക്കുമ്പോൾ. അത് എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ യെസ് യു ഹാവ് ടു ബി മാൻലി എന്ന് ഈ പിന്നെ അതുപോലെയുള്ള മാനസിക ഇതൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഇപ്പോൾ പറയുന്നവർ നോ ഞങ്ങൾക്ക് സ്ത്രൈണതയാണ് ഇഷ്ടം, അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ അതൊന്നും, ഇതൊക്കെ ഒരു എസ്കേപ്പിസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് അത് ആയിരിക്കാം, ചിലർ ഒരു 100-ൽ ഒരാൾക്കൊക്കെ അങ്ങനെ ശരിക്കും ജെന്യുവിനായിട്ടുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ എസ്കേപ്പിസമായിട്ട് അതൊരിക്കലും എടുക്കരുത്. എല്ലാവരും പറയും ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ പോലെ നടക്കും. നിങ്ങൾ വിനീതിനെ കണ്ടിട്ടില്ലേ? ഡാൻസ് പഠിച്ചിട്ട് അയാൾ പെണ്ണിനെ പോലെ നടക്കണേ. ഇപ്പോൾ ഒരു പയ്യനുണ്ടല്ലോ റംസാൻ എന്ന് പറഞ്ഞിട്ട്, അയാൾ പെണ്ണിനെ പോലെ നടക്കണേ. വെരി ഹാൻസം, വെരി മാൻലി ബോയ്സ് അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ പയ്യന്മാരുണ്ട് കേട്ടോ. ഞാൻ ഇവരെ രണ്ടുപേരെയും പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ കുറേ പേരെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ട്, നല്ല രസമായിട്ട് ഡാൻസ് ചെയ്യുന്ന ആണുങ്ങൾ. ബിജു എന്താണ് തരംഗ് എന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ പറഞ്ഞില്ലേ, ഡാൻസിങ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നല്ല രസമുണ്ട് അതൊക്കെ. അപ്പോൾ അവരൊക്കെ കണ്ടില്ലേ, അവരൊരു വഴി അങ്ങ് തിരഞ്ഞു പിടിക്കുകയാണ്. അവലാതെ അച്ഛനും അമ്മമാർ അയ്യേ ഡാൻസറോ, എനിക്ക് നാണക്കേടാണ് വീട്ടിൽ പുറത്തുള്ളവർ ഞങ്ങളെ നോക്കി കളിയാക്കും. അവിടെയാണ് അച്ഛനമ്മമാരുടെ റോള്. നിങ്ങൾ ഇതൊന്നും നോക്കരുത്. ആ പയ്യന് എന്താണ് വേണ്ടത് അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു കൊടുത്തൂടാ? അച്ഛനമ്മമാരുടെ ഒരു റോള് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന്, അപ്പോൾ മക്കളുടെ റോളും അവർ ചെയ്യും. അപ്പോൾ ആണുങ്ങൾക്ക് എന്താണ് ചേച്ചി ഈ വഴിയെന്ന് ചോദിച്ചാൽ എല്ലാം വഴികളാണ്. വാഴ തെരിഞ്ചാൽ വാഴലാമേ, അങ്ങനെ ഒരു കവിതയുണ്ട്, ഒരു പണ്ടത്തെ പാട്ട് കേട്ടോ. വഴിയാ ഇല്ല ഭൂമിയിലെന്ന് തമിഴിൽ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അറിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ജീവിക്കാം ഭൂമിയിൽ. ഇവിടെയൊക്കെ അബുദാബിയിലൊക്കെ എത്ര പിള്ളേരാണ് വന്നിട്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? ചെറിയ ചെറിയ ജോലികളൊക്കെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കുറേ പ്രയാസപ്പെട്ട് ബിടെക് പഠിപ്പിച്ച്, അത് കഴിഞ്ഞ് അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ, അവരെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അത് ചെയ്യിപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഇനി MBA ചെയ്താൽ നല്ലതെന്ന് പറയും, ബിടെക് ഞാൻ അതും ചെയ്യും. എല്ലാം ബിലോ ആവറേജ് ആയിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. ദാറ്റ്സ് ദ പ്രോബ്ലം. ആൺകുട്ടികൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഞാൻ പറയുകയാണ് യു ഷുഡ് ബി എബവ് ആവറേജ്. ഇന്നത്തെ സമൂഹത്തിൽ അയ്യോ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ ചേച്ചി? ആ ചോദ്യം നേരത്തെ ചോദിക്കണം. നിങ്ങൾ ആ വാഴ എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? അതൊന്ന് കണ്ടു നോക്കാം. ആൺകുട്ടികളോടാണ്. അപ്പം മനസ്സിലാകും, അച്ഛനമ്മമാരും മനസ്സിലാക്കണം കുട്ടികൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, അതേ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുള്ളൂ. ഇതിന് ശേഷം ജോലി എല്ലാവർക്കും കിട്ടുമെന്ന് വയ്ക്കും. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവർക്കും കിട്ടും. അത് ചിലപ്പോൾ 1-2 വർഷത്തേക്ക് കിട്ടിയിട്ട് പിന്നെ അത് പോകും. അതെന്തുകൊണ്ടാണ് പോകുന്നത്? നിങ്ങൾ അവിടെയും ബിലോ ആവറേജ് കാണിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു എഡ്ജ് വെക്കൂ. ബിലോ ആവറേജ് അല്ലാതെ എബവ് ആവറേജ് ആകാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ പെരുമാറ്റമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം. സോ യു ഹാവ് ടു ഗോ ലിറ്റിൽ ബിറ്റ് എഹെഡ് ഓഫ് ദ എൻറ്റയർ ട്രൈബ്. അതായത് കുറേ പേരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കുറച്ചെങ്കിലും മുമ്പിലോട്ട്, ഇത്തിരിയെങ്കിലും മുമ്പിൽ നിന്നാലല്ലേ, ഇഞ്ചസ് വ്യത്യാസത്തിനല്ലേ ഒളിമ്പിക്സിലൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ വരുന്നത്. സോ വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? എല്ലാം അവിടെ വരുന്ന എല്ലാവരും ഈക്വലി എക്സസൈസ് ചെയ്തിട്ടും ഈക്വലി കഠിന പരിശ്രമം ചെയ്തിട്ടാണ് ഒളിമ്പിക്സ് വരെ എത്തുന്നത് അല്ലേ? അപ്പോൾ അവിടെ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ഓൺലി. അല്ലാതെ ഗേൾ ഫ്രണ്ട്സിൻ്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഉള്ള ആ ഒരു ഇതിലേക്ക് പോവുക, അങ്ങനെ, അല്ലെങ്കിൽ ഉഴപ്പുക, ഇതെല്ലാം ചെയ്യുമ്പോൾ യു ഹാവ് ടു പേ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്. എന്നിട്ടിരുന്ന് ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബിടെക് MBA അത് ബിലോ ആവറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നിങ്ങളെ പിന്നെ ജോലിക്ക് എടുക്കില്ല. ഒരു 5-6 വർഷം നിങ്ങളൊരു സ്ഥാപനത്തിൽ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന അത്രയും നോളജാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഏത് പ്രൊഫഷനാണെങ്കിലും, ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഏത് പ്രൊഫഷൻ പഠിച്ചാലും ശരി 10 വർഷം എടുക്കും.
നിങ്ങൾ ആ പ്രൊഫഷനിൽ ഒന്ന് നന്നായി വന്നിട്ട് അതിൽ നിന്നും 10 പൈസ എടുക്കാനായിട്ട്. ഇത് കുട്ടികളെല്ലാം ഗൾഫിലേക്ക് ഒരു വർഷത്തെ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾ ഗൾഫിൽ ഒക്കെ ചെന്ന് കിടന്നാൽ അവർക്ക് എന്താണ് അറിയണ്ടാവുക? അപ്പോൾ അവിടെയുള്ളവർ ഇത്രയും ഗൾഫിൽ എല്ലാവർക്കും തന്നെ നല്ല പൈസ കൊണ്ടാണ് ഒരു 50,000 രൂപ മിനിമം ഇല്ലാതെ ഇവിടെ ജോലി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 2,500 ദിർഹംസ് ഒക്കെ കിട്ടുന്ന ജോലികളൊക്കെ ഇവിടെ കിട്ടും ആൾക്കാർക്ക്. അതിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ എങ്ങനെ അതിൽ പഠിക്കാൻ പറ്റും, ഞാൻ അതിൽ എങ്ങനെ കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ഒരിടത്ത് കയറിയാൽ നോക്കണ്ടേ. മറ്റുള്ളവരോട് ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് ജോലിയുടെ കാര്യത്തിൽ ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തുകയേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും, എൻ്റെയും അരവിന്ദിൻ്റെയും ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഹെൽപ്പ് മാത്രമേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതായത് ഇപ്പം ജസ്റ്റ് ഒന്നൊരു കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് CV കൊടുക്കുക, അത്രേ പറ്റുള്ളൂ. അതിലും പക്ഷെ നമ്മൾ പോയി പെർഫോം ചെയ്താലേ അവരെടുക്കുള്ളൂ. അല്ലാതെ കൊണ്ട് ആർക്കും, അതായത് ഇത് പുഷ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഹെൽപ്പ് മാത്രമാണ് നമുക്ക് എക്സ്റ്റേണലായിട്ട് കിട്ടുള്ളൂ. പിന്നീട് നമ്മളുടെ തന്നെ കഴിവ് അനുസരിച്ച് മാത്രമാണ് ആ കമ്പനി നമ്മളെ വെക്കണോ, ബോർഡിൽ വെക്കണോ വേണ്ടയോ അല്ലെങ്കിൽ വിടണോ എന്നൊക്കെ തീരുമാനിക്കുകയുള്ളൂ. കുറേ കാരണങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ വെച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മതിയാകാം. നിങ്ങൾ 2-3 പേരുണ്ട്, അതിൽ ഒരാളെ മാത്രമാണ് സ്ഥിരപ്പെടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ഈവൻ ഹാവ് വൺ സിംഗിൾ ലെറ്റർ റോങ് വേർഡ്, സോറി റോങ് സ്പെല്ലിങ്. അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ടൈപ്പ് നല്ലോണം അറിയായിരിക്കും, ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് ജമ്പായി പോയിട്ട് പിന്നീട് വായിച്ച് നോക്കാണ്ട് സ്പെൽ കറക്റ്റിൽ വേറെ വേർഡായിട്ടൊക്കെ വീണ് അങ്ങനെയൊക്കെ പലർക്കും ജോലി കിട്ടാതെയൊക്കെ ആയിട്ടുണ്ട്. സോ ഞാനൊരു പെൺകുട്ടീനെ FL സ്മിത്തിൽ വെച്ചിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഐ ഇൻ്റർവ്യൂഡ് വൺ ലേഡി. അതിനകത്ത് ഇതുപോലെ ഐ എം ഹാപ്പി ടു ജോയിൻ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചതിനകത്ത് തെറ്റിപ്പോയി. ഗ്രാമർ മുഴുവനും തെറ്റായിരുന്നു. അപ്പോൾ എൻ്റെ ബോസ് കണ്ടിട്ട് ഈ കുട്ടിക്ക് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ, ഇത് മുഴുവനും ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. ഞാൻ സാറേ അത് അങ്ങനെയല്ല, ആക്ച്വലി ഷീസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് മേ ബി സം ജമ്പിൾഡ് ആയി പോയിട്ടുണ്ടാവുക. അയാൾക്ക് ദേഷ്യം പറഞ്ഞു, ഹൗ ക്യാൻ ഇറ്റ് ബി ജസ്റ്റ് ആൻ അക്സെപ്റ്റൻസ് ഓഫ് എൻ ഓഫർ, ഈസ് ഇറ്റ് ദ വേ ഷീ ഹാസ് ടു ബിഹേവ്? ഐ മീൻ ഷീ ഹാസ് ടു സെൻഡ് എ ലെറ്റർ acknowledgement. You should read it 10 times when you are sending it to a new company. Acknowledging the receipt of the offer. We can withdraw the offer at any time. Just tell her. അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ 10 പ്രാവശ്യം നമ്മൾ ആ ഇമെയിൽ വായിച്ച് നോക്കണം. സിമ്പിൾ ഇമെയിൽ ആയിരിക്കും നമ്മൾ അയക്കുന്നതൊക്കെ അല്ലേ. ആ സമയത്തൊക്കെ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് യു ഫോർ ദ ഓഫർ, ഐ എം ഹാപ്പി ടു accept it and would I'm sure that I'll be an asset for the company എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാണ് വിടേണ്ടത്. അതിൽ കംപ്ലീറ്റ് ആ ഒരു പാരഗ്രാഫ് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവനും ജമ്പിളായി കിടക്കായിരുന്നു. എനിവേ, അപ്പോൾ അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഇല്ലാണ്ടാക്കിയില്ലേ. സോ whoever is approaching a company അല്ലെങ്കിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എറ്റിക്കറ്റും കൂടെ നന്നാക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കമൻസ് ഒക്കെ ഇടുന്നത് സൂക്ഷിക്കുക. ആൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം? യുവർ ഗോൾ ഇസ് ടു ഗെറ്റ് നല്ല ജോലി, നല്ല രീതിയിലുള്ള എന്താണ് ഫാമിലി, അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് ക്ലീൻ ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് HR അതിൽ പോയി നോക്കുന്നുണ്ട്. പോയി കണ്ട അലങ്കോലമായിട്ടുള്ള വീഡിയോസ് കണ്ട് സമയം കളഞ്ഞ് അതിൻ്റെ അടിയിൽ ഓരോരോ കമൻസ് വിട്ടിട്ട്, അല്ലെങ്കിൽ ചില ലേഡീസൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ബാക്കും ഫ്രണ്ടും ഒക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഉദ്ഘാടനത്തിന് പോകണം, അവരുടെയൊക്കെ വീഡിയോസ് നോക്കിയിട്ട് കമൻ്റ് അടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അതെല്ലാം അവർ ചെക്ക് ചെയ്യും. ദേ വിൽ ആസ്ക് വാട്ട് ഈസ് യുവർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഡു യു ഹാവ് എനി ID, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ദേ ഡു ഹാവ് ദി AI ബോട്ട്സ്. ഇപ്പോഴാണെങ്കിൽ ഇനിയും എളുപ്പമാണ് അവർക്ക് കണ്ടുപിടിക്കാൻ. ഇട്ടാൽ മതി, ആ കമൻ്റ് എല്ലാം കൂടെ പൊങ്ങി വരും. സോ ഡോണ്ട് ഡു ദാറ്റ്, റിഫ്രെയിൻ ഫ്രം ഇറ്റ്. നമ്മളുടെ ഉദ്ദേശം എന്താണ്, നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാലോ. അത് മാത്രമായിരിക്കണം. ഇങ്ങനെയുള്ള ഈ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകരുത് ആൺകുട്ടികൾ. അത്
പ്രത്യേകിച്ച് ആൺകുട്ടികൾ. പെൺകുട്ടികളും ചെയ്യാൻ പാടില്ല. പെൺകുട്ടികളും ഇതുപോലെയുള്ള ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള കുറേ പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ലെക്ചററുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ there will be some scrutiny. ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആൺകുട്ടികളുടെ കാര്യം പറയുന്നതുകൊണ്ട് അതിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. ഞാൻ അത് പറയാറില്ല എന്നാണ് ഒരു പൊതുവിലുള്ളൊരു പരാതി. സോ പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞു, പഠിക്കുമ്പോൾ ജസ്റ്റ് ബിലോ ആവറേജ് ആയിട്ട് തട്ടിക്കൂട്ട് മാർക്ക് കൊണ്ടുവന്ന ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ ഈ BTech MBA ഉണ്ടെന്നോ അല്ലെങ്കിൽ MTech ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതേ ജോലിക്കേ കയറുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ശരിയാവില്ല. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ പറ്റിയ ഒരു നീഷായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പാർട്ടിൻ്റെ വെൽഡിങ് നല്ലപോലെ അറിയാമെങ്കിൽ ആ വെൽഡിങ്ങും പോയിട്ട് എടുക്കുക, പഠിക്കുക കോഴ്സ്. അപ്പം യു വിൽ ഗെറ്റ് എൻ എഡ്ജ്. എനിക്ക് ഈ പർട്ടിക്കുലർ എനിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ പേരുകളൊന്നും അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ഹേർഡ് ഫ്രം അതേഴ്സ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുമല്ലോ. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു സാധനത്തിൽ ആ സമയത്ത് ഒരു 5 വർഷം, ആദ്യത്തെ 5 വർഷം സ്റ്റേ ഇൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ലേൺ തിങ്സ്. നല്ലപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് നന്നായി പഠിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതോറിറ്റീനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കുന്ന വഴിയും ഏതെങ്കിലും ഒരെണ്ണം ബാക്കപ്പായിട്ടും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ബിക്കോസ് ഏതിലാണ് നിങ്ങൾക്ക് അപ്പോൾ രണ്ടും കൂടെ വേണ്ടുന്ന എക്സ്പീരിയൻസ് വേണ്ടുന്ന ഇതെല്ലാം വരുന്നില്ലേ, അതിൽ യു വിൽ ഗെറ്റ് ഹയർഡ്. സോ ഇതൊക്കെ ആൺകുട്ടികൾ നോക്കി വയ്ക്കുക. ഞാനൊരു അവലോകനമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉള്ള HR-നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ഐ ക്യാൻ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്, സോ ദാറ്റ് ഐ വിൽ ഓൾസോ കം ടു നോ അബൌട്ട് ഇറ്റ്. ദീസ് ആർ ദ ഇൻട്രിക്കസീസ് വിച്ച് ആർ ദർ ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് എന്ന് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ അതിലൊക്കെ മികച്ച് നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ എഞ്ചിനീയറിങ്ങിൽ എല്ലാം അറിയാൻ പറ്റുമോ? ലോയേഴ്സില്ലേ, നമ്മൾ പഠിച്ചുകൊണ്ട് വരണമൊന്നുമല്ല പ്രാക്ടീസ് ചെയ്യണം. ഒരു കേസ് ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് ഇത് ഇതിൽ വരും. ഇത് സ്വത്ത് തർക്കമാണല്ലേ, അപ്പോൾ ഈ സ്വത്ത് തർക്കം ഏതിലാണ് വരിക? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നോക്കാം, രജിസ്ട്രേഷൻ ആക്ട് നോക്കാം, അവരുടെ ഏത് ജാതി നമ്മളുടെ ഇതിലായതുകൊണ്ട് ഏത് റിലീജനാണ് ആ ആക്ട്. മുസ്ലിം ലോ ആണെങ്കിൽ ആ മുസ്ലിം ലോ എടുത്ത് നോക്കണം എന്നറിയണം. പിന്നെ ഹിന്ദു ലോ ആണെങ്കിൽ ഹിന്ദു പ്രോപ്പർട്ടീനെ പറ്റിയിട്ടുള്ള ഇതാണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. കാരണം ഇന്ത്യയിൽ 3 പേർക്കും 3 തരത്തിലുള്ള പ്രോപ്പർട്ടി ലോസ് ആണ് ഉള്ളതെന്നുള്ള ബേസിക് അറിവെങ്കിലും വേണം. അതൊക്കെ കോളേജിൽ പോയി പഠിച്ച് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കിട്ടുക. സോ ആദ്യത്തെ 5 വർഷം ഒന്നും അറിയുന്നുണ്ടാവില്ല, പൊട്ടത്തരമൊക്കെ ചെയ്തെന്നിരിക്കും. സോ ആരും ഒന്നും പെട്ടെന്ന് അങ്ങോട്ടാകുന്നില്ല. പറഞ്ഞ പോലെ മിനിമം 10 വർഷം എടുക്കും നമ്മൾ ഒരു പണം അതിൽ നിന്ന് കാണാനായിട്ട്. എനിക്ക് 10 വർഷം എടുത്തു നല്ലൊരു രീതിയിൽ പണം വന്ന് തുടങ്ങാനായിട്ട്. ആദ്യത്തെ എല്ലാം ചെറിയ ഫേംസിലൊക്കെ ശമ്പളത്തിന് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒക്കെ പഠിച്ചെടുത്തു. അത് തന്നെ ആയിരിക്കണം ഏതൊരു പ്രൊഫഷന് വേണ്ടിയിട്ടും. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇതിൽ കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ വാട്ട് എവർ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്, ഐ ഹാവ് ജസ്റ്റ് പ്ലേസ്ഡ് ഇറ്റ് ബിഫോർ യു. കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസസും ആദ്യത്തെ 2-3 വർഷത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്ട്രഗിൾ എന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഒരുപാട് ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സിനിമ ഉണ്ടോ, ആഭ്യന്തര കുറ്റവാളി കണ്ടോ? ഞാനതിൽ പറഞ്ഞില്ലേ അന്ന്, അതിനകത്തൊരു വക്കീൽ ജൂനിയർ ലോയർ ഉണ്ട് കേട്ടോ, ഭയങ്കര ബലം പിടിച്ചിരിക്കുന്നത്. ആ കുട്ടി കോടതി ചെന്ന് എന്ന് പറയും, ഇറക്കി വരുന്നു, പറയാനറിയില്ല. എനിക്കങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താണ് പറയേണ്ടതെന്ന് പഠിക്കണ്ടേ? എന്താണ് പറയേണ്ടതെന്ന് കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഉള്ള സീനിയർ ലോയറുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും പോവുക. പറഞ്ഞു തരാൻ അദ്ദേഹം മറന്നു പോയാൽ പെട്ടുപോകും. പിന്നെ അവിടെ ചെന്ന് നോക്കി അവിടെ ഉള്ള വക്കീലന്മാരോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് വരാമെന്ന് പറഞ്ഞു പോയിട്ട് വരാതിരുന്നിട്ട് അവിടുത്തെ ജഡ്ജ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ ഈ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ ടീച്ചർ ആയിക്കോട്ടെ, MBA പഠിച്ച് അക്കൗണ്ടിങ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്താണെങ്കിലും ട്രൈ ടു കോൺസെൻട്രേറ്റ് ഇൻ ദാറ്റ്.
അത് ഇപ്പോൾ ഏതെങ്കിലും പഠിക്കുന്ന പിള്ളേർ കേൾക്കുന്നുണ്ടെങ്കിൽ പഠനത്തിൻ്റെ സമയത്ത് നിങ്ങൾ അത് മാത്രം ചെയ്യൂ. ഗേൾ ഫ്രണ്ട്സ് ഡിസ്ട്രാക്ഷനാണ്, പണവും പോകും, ഭാവിയും പോകും. അവസാനം അവരെ ആരെങ്കിലുമൊക്കെ കെട്ടി നല്ല നിലയിൽ അങ്ങ് പോകും. എന്താണ് ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് എനിക്ക് ഇഷ്ടമല്ല പറയാൻ, എന്നാലും ഞാൻ പറയണേ, തേച്ചിട്ട് അങ്ങ് പോകും. സോ ബെറ്റർ ബി കെയർഫുൾ. കിട്ടുന്ന ആ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സമയമാണ് പഠിത്തം. പഠിക്കാൻ വിടുന്നത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് വിടുന്നതാണെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമായിരിക്കും. ഇതാണ് ആൺകുട്ടികളോട് പറയാനുള്ളത്. പൈസ ഉണ്ടാക്കാനുള്ള മന്ത്രമൊന്നും എവിടെയും ഇല്ല. വർക്ക് ഹാർഡ്. ചിലർ പറയുന്നുണ്ട് വർക്ക് ഹാർഡ് എന്തിനാണ് ചെയ്യുന്നത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അതിന് ആദ്യം വർക്ക് ഹാർഡ് ചെയ്യണം. പഠിത്തത്തിൽ ഒരു നല്ല ഒരു എബവ് ആവറേജ് മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സിറുഡാക്കർ പോയി ചോദിക്കാൻ പറ്റുള്ളൂ. ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തന്നെ ചോദിക്കുമ്പോൾ ആ CV ഷുഡ് ബി വെരി ഇംപ്രസീവ്. ഓക്കെ, ബൈ. നാളെ വരാം കേട്ടോ.